അലൈഹി വസല്ലം മക്കയുടെ വിരുമാറിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മാലാഖയിലൂടെ ആ വഹി ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടുന്ന സമയത്ത് വളരെ വിയർത്ത് കുളിച്ച് ഭാരമേറിയ ഒരു വസ്തു ചുമക്കുന്നത് പോലെ പ്രയാസകരമായി അതിങ്ങനെ പഠിക്കാനും കേൾക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഈ കൃത്യമായി കൊണ്ടുള്ള താക്കീത് ഇങ്ങനെ കൊടുക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. പുതപ്പിട്ട് മൂടിയ പ്രവാചകരെ, നിങ്ങൾ എഴുന്നേൽക്കണം, രാത്രിയിൽ നമസ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയെ, താങ്കൾ പുതപ്പിട്ട് കിടക്കുന്ന നബിയെ, താങ്കൾ എഴുന്നേൽക്കണം, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം. ആർക്കാണ് താക്കീത് കൊടുക്കേണ്ടത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ, നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെ, ബന്ധുക്കളെ വിളിച്ച് താക്കീത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിലേക്ക് ജനങ്ങളെ വിളിച്ചു. അള്ളാന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് സംസാരം ആരംഭിച്ചു. നമുക്ക് ദൈവങ്ങളില്ല, നമുക്ക് ഒരുപാട് ആരാധ്യ വസ്തുക്കളില്ല, നമുക്ക് വേറെ വേറെ വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠകളുമില്ല, നമുക്ക് ഒരേ ഒരു ഇലാഹ് മാത്രമാണ് ഉള്ളത്, അത് റബ്ബ് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചപ്പോ ആ കുടുംബക്കാരിൽ നിന്ന് മുതിർന്ന ഒരാൾ എഴുന്നേറ്റ്, അബൂലഹബ് എഴുന്നേറ്റ് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശം, ഇത് പറയാനാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അനുയായികളും ലക്ഷക്കണക്കിന് സ്വഹാബത്തുല്ലാത്ത നാട്ടിൽ എഴുന്നേറ്റ് ഒറ്റക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പോലും സ്വന്തം കുടുംബത്തിൽ നിന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ മനുഷ്യൻ നമ്മുടെ ബന്ധങ്ങളെ തകർക്കാമെന്നവനാണ്, നമ്മളെ രണ്ടാക്കാമെന്നവരാണ്, നമ്മളെ പിളർത്താൻ വന്നവരാണ്, നമ്മളെ പുത്തൻവാദിയാക്കാൻ വന്നവരാണ്, നമുക്കിടയിലെ സ്നേഹം നശിപ്പിക്കാൻ വന്നവനാണെന്ന് ശത്രുക്കളെല്ലാവരും പല നിലക്കുമുള്ള പ്രചരണങ്ങളുണ്ടായി. പല സന്ദർഭങ്ങളിൽ വിഷമത്തോടുകൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അള്ളാന്റെ ഖുർആനിൽ സമാധാനിപ്പിച്ച് ആയത്തിറക്കുകയാണ്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്. നബിനെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തു ശുഅറായിൽ കാണാം, പല പ്രവാചകന്മാരും അവരുടെ നാട്ടിൽ ചെന്നിട്ട് ജനങ്ങളോട് പറയാണ്, യാ ഖൗമി ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം ജനങ്ങളെ, അവനല്ലാതെ, അല്ലാഹയല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹില്ല. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം, നിങ്ങളിൽ നിന്ന് ഒരു നല്ല വാക്ക്, നിങ്ങളിൽ നിന്നൊരു ചെറിയ പ്രതിഫലം പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നജിരിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ലോകരുടെ റബ്ബിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചാണ് ഈ സംസാരിക്കുന്നത്. അത് പറഞ്ഞ എത്രയോ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എത്ര പ്രവാചകന്മാര്! ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഒന്നും രണ്ടും പ്രവാചകന്മാരൊക്കെ നിഷേധിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മഹത്തരമായ ദൗത്യവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആരുമില്ലാത്ത ആ നാട്ടിൽ അള്ളാന്റെ ഖുർആനിന്റെ സന്ദേശം കേട്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. പല ആളുകളും പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു ഷാഇറാണ്, ഒരു കവിയാണ്, മജ്നൂനുൻ, ഭ്രാന്തനാണെന്ന് വരെ അവർ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു! സാഹിറുൻ, ഒരു മായാജാലം
കാണിക്കുന്ന വ്യക്തിയാണെന്നവർ പറഞ്ഞു. എന്തെല്ലാം വാചകങ്ങൾ അവർ ചേർത്ത് വെച്ചു. മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിക്കാൻ, കൊല്ലാൻ അവർ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിലായിരുന്നു? ഈ ദീനിന്റെ പേരിൽ. ഈ ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് അബൂജഹൽ അടക്കമുള്ള, ഉത്ബത്ത് അടക്കമുള്ള നേതാക്കന്മാര് പറയാറുണ്ട്, നിങ്ങളാരും അത് കേൾക്കാൻ പോകരുത്, കേൾക്കരുത്. ആരാ പറയണത്? ശത്രുക്കളെ വാക്കാണ്. വഖാലല്ലദീന കഫറു, കാഫിരീങ്ങൾ പറയുകയാണ്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീ, നിങ്ങൾ അവിടെ ചെന്ന് ബഹളുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. കേൾക്കരുത്, കേൾപ്പിക്കരുത് എന്ന് പറയുന്നത് അന്നത്തെ അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാരുടെ ശൈലിയായിരുന്നു. നമ്മളോടോ അല്ലദീന യസ്തമിഊനൽ ഖൗൽ, സന്മാർഗം കിട്ടണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാകണം. വയത്തബിഊന അഹ്സൻ, എന്നിട്ട് നല്ലത് പിൻപറ്റുന്നവരായി മാറണം. കേൾക്കുന്നതിന് എന്താ പ്രയാസം? സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബം ഇത്തരത്തിൽ ഈ നന്മയുടെ വക്താക്കളാകാൻ അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും നമ്മളെ എത്രയെത്ര സന്ദർഭങ്ങളിലാ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. ഇത് എല്ലാവർക്കും ബാധകമായതാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നാ വിളിക്കുന്നത്. ഇതൊരു മുജാഹിദിന്റെ പ്രശ്നമല്ല, ഇതൊരു സുന്നിയുടെ പ്രശ്നമല്ല, ഇത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്കുള്ളതല്ല. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആളിക്കത്തുന്ന വിറക് ഒരാൾക്കും സഹിക്കാൻ പറ്റൂല. ഒരാൾക്കും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്നുണ്ട്, യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ. കരളിന്റെ കരളായ, കരളിന്റെ കഷ്ണമായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോളായ, തങ്ങൾ കുടുംബത്തിന്റെ നായകസ്ഥാനമുള്ള നബി തങ്ങളാ പറയുന്നത്, ഫാത്തിമ നരകത്തിൽ നിന്ന് നീ നിന്റെ തടിനെ കാത്തോളണം. നബിന്റെ മോളാന്ന് പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെടാൻ കഴിയൂല. ആ നരകത്തിന്റെ വിറകായി മാറരുത്. എന്താണ് അതിന്റെ തഫ്സീറിൽ കാണാൻ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, കുടുംബത്തിലുള്ളവരോട് അല്ലാഹനെ അനുസരിക്കാൻ പറയണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹനെ ധിക്കരിക്കുന്ന എന്ത് വീട്ടിൽ നടന്നാലും കുടുംബത്തിൽ നടന്നാലും അരുതേ എന്ന് പറയലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അമാ യഹ്മാലുൽ ഔലാദി, മക്കൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. നമസ്കാരം അവർക്കില്ല, അവർ പുറത്ത് കറങ്ങി നടക്കുന്നു, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു, ഹാൻഡ്സ് ചുണ്ടിൽ തിരികെ വെച്ചിരിക്കുന്നു, കൃത്യമായി പള്ളിയിൽ പോകുന്നില്ല, മഗ്രിബിന്റെ സമയത്തും അവർ കളിയിലാണ്, രാത്രിയിൽ എത്രയോ വൈകിയാണ് അവർ വീട്ടിലെത്തുന്നത്, സുബഹിന്റെ ജമാഅത്തിന് എഴുന്നേറ്റ് പോകാൻ അവർ രാത്രി കടന്നുറങ്ങുന്നില്ല. എന്ത് സംഭവിച്ചാലും അമാഹ്മാലുൽ ഔലാദി, മക്കളെ അവഗണിച്ചാൽ ഫളററുൻ കസീറുൻ, ധാരാളം ഉപദ്രവമാണ് വരാൻ പോണത്. വഖതറുഹു കസീർ, അതിന്റെ അപകടം മാരകമായിരിക്കും. സ്വന്തം മക്കളെ തീകുണ്ടാരത്തിലേക്ക് നമ്മൾ എറിയോ? വീട് കത്തിപ്പിടിച്ചാൽ നമ്മളങ്ങനെ മിണ്ടാതെ മൗനികളായിരിക്കുമോ? ഇല്ല. എങ്കിൽ ആളിക്കത്തുന്ന വിറകിനെ എത്ര ഭയപ്പെടണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മുർറൂഹും ബിൽ മഅറൂഫി, കുടുംബക്കാർക്ക് മഅറൂഫായ നന്മ പറഞ്ഞു കൊടുക്കണം. വൻഹൗഹും അനിൽ മുൻകരി, ഇസ്ലാം വിലക്കിയ തിന്മകളിൽ നിന്ന് കുടുംബത്തെ വിലക്കണം. വലാ തദഊഹും ഹമലൻ ഫതഅകുലഹും അന്നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിറകായി കത്തിവെരിയുന്ന വിറകാക്കി നിങ്ങളവരെ മാറ്റല്ലേ. പള്ളി പോയില്ലേ കുഴപ്പമില്ല, നിസ്കരിച്ചില്ലേ കുഴപ്പമില്ല, മുജാഹിദായ കുഴപ്പം. മുജാഹിദായാലോ നിസ്കരിക്കും,
പള്ളി പോകും, ഇസ്ലാം പഠിപ്പിച്ച ദിക്റ് ചൊല്ലും, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലും, വസ്ത്രത്തിന്റെ നിബന്ധന പാലിക്കും, താടിരോമങ്ങൾ വളരാൻ തുടങ്ങും, ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനു വേണ്ടി അൽബയാൻ സെന്ററിൽ ഒരുമിച്ച് കൂടും, മക്കൾക്ക് വേണ്ടി CRE സംവിധാനം ഉപയോഗപ്പെടുത്തും, തന്റെ ഭാര്യയെ, മക്കളെ, പെങ്ങളെ, പെൺകുട്ടികളെ ദീനുള്ളവരാക്കി മാറ്റാൻ ശ്രമിക്കും. അവർ തോന്നിവാസികളാകരുത്, അവർ പേക്കൂത്തുകളാവരുത്, അവർ ഡാൻസിന്റെ ആളുകളായി, തോന്നിവാസത്തിന്റെ ആളുകളായി മാറാതിരിക്കാൻ ഒരു മുഅ്മിനായ മുസ്ലിഹായ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പും കടന്നുപോയി ലോകത്തുനിന്ന് മരണം വന്നുകൊണ്ട് ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോകുന്നതിന്റെ മുമ്പ് ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കണം. നമ്മളൊക്കെ വിവാഹ ജീവിതത്തിൽ കടന്നു വന്ന ഭാര്യമാര്, ഭർത്താക്കന്മാരുടെ റോളുണ്ട്, ഇവിടെ സഹോദരിമാരുണ്ട്. ഈ ശബ്ദം പരിസര വീടുകളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗം കിട്ടണമെന്നാണെങ്കിൽ ഫമൻ സുഹ്സിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്നതി ഫഖദ് ഫാസ്. ആളിക്കത്തുന്ന നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവരാണ് വിജയിച്ചത്. ഇവിടുത്തെ വീടാരും കൊണ്ടുപോകുന്നില്ല. സ്വർണത്തിന് വില പിടിപ്പുള്ള ഈ സമയത്ത് നമ്മളാരും മരിച്ചാൽ സ്വർണം കൊണ്ടുപോകുന്നില്ല, വാഹനം കൊണ്ടുപോകുന്നില്ല, ഗൂഗിൾ പേ കൊണ്ടുപോകുന്നില്ല, സംവിധാനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. 3 കഷ്ണം തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് പ്രിയപ്പെട്ട നാട്ടുകാർ, ബന്ധുക്കളെല്ലാം തിരിച്ചു പോന്നാൽ ബർസഖിന്റെ നീണ്ടു കിടക്കുന്ന ഒരു ലോകം വരാനുണ്ട്. അവിടെ ചോദ്യമുണ്ട്, റബ്ബുകാരാ നിന്റെ റബ്ബ്, നീ എന്തു പറയാനാ വിചാരിക്കുന്നത്? അതുപോലെ തന്നെ പ്രവാചകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരാണ് ഇതെന്ന് ചോദിക്കുമ്പോ മുഹമ്മദുർ റസൂലി, ഇതെന്റെ പ്രവാചകനായ റസൂലാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ആളാണെന്ന് പറയാൻ, എന്റെ ഇമാമ ഖുർആൻ എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാണോ? ഒരു പെണ്ണ് സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിവാഹം കഴിഞ്ഞവരെ, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരം നമസ്കരിച്ചാൽ, വസാമത് ഷഹ്റഹാ, കൃത്യമായ 1 മാസക്കാലത്തെ നോമ്പ് നോറ്റാൽ, വഅതാഅത് സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുന്നവളായാൽ, അതേപോലെ വഹഫിളത് ഫർജഹാ, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്നവളായാൽ, ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഭർത്താവ് ആരുമാകട്ടെ, ജോലിയുള്ളവനാകാം, അല്ലാത്തവനാകാം, ഭാര്യ വീട്ടിലാകാം, ഭർത്താവിന്റെ വീട്ടിലാകാം, അത് എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ആവട്ടെ, ഭർത്താവ് എന്ന സ്ഥാനമുള്ള മഹർ തന്ന നിക്കാഹ് ചെയ്ത ഒരാളാണോ, ആ മനുഷ്യനെ അനുസരിക്കാതെ പെണ്ണെ സ്വർഗത്തിലെത്താൻ കഴിയൂല. ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവിന്റെ ഇഷ്ടത്തോടെ പൊരുത്തത്തോടെ മരിച്ചവളാണെങ്കിൽ അവൾക്ക് സ്വർഗമുണ്ട്. പെണ്ണേ, നമ്മുടെ ജീവിതത്തില് അള്ളാഹ് നൽകിയ മഹത്തായ ഒരു ഭാഗ്യമായി നീ മനസ്സിലാക്കിക്കോ. വിധവകളോട് ചോദിച്ചു നോക്ക്, ഭർത്താവിന് നഷ്ടപ്പെട്ട വിധവകളോട് ചോദിച്ചു നോക്ക്, ഒരു ഭർത്താവിന്റെ വില എന്താണെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ലഭിക്കുന്ന ഈ മനുഷ്യന്മാരെ മരിക്കുന്നതിന്റെ മുമ്പ് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ജീവിതത്തിന്റെ വിലപ്പെട്ടത് നമ്മളാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അള്ളാഹു നൽകിയിട്ടുള്ള ഈ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന, വിശുദ്ധ ഖുർആന പറയുന്നത്, അവര് നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമായി മാറേണ്ടതുണ്ട്. മറച്ചു വെക്കാം, സുരക്ഷിതത്വം കൊടുക്കാം. ഒരു വസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, അതുപോലെയാണ് ദാമ്പത്യം എന്ന് പറയുന്ന മനോഹരമായ ജീവിതമുണ്ട്. ഭാര്യമാരെ പോലെ തന്നെ ഭർത്താക്കന്മാരെ, നമുക്കും സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഭർത്താക്കന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്ക് എന്ത് ബാധ്യതയാ നിർവഹിക്കാനുള്ളത്? നീ കഴിക്കുമ്പോ പെണ്ണിന് വസ്ത്രം, അവൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. നീ ധരിക്കുമ്പോ നിന്റെ ഭാര്യക്ക് നീ അവൾക്ക് വേണ്ടുന്ന
നിൽക്കുന്ന വസ്ത്രം ധരിപ്പിക്കണം. അതുപോലെ തന്നെയാണ് അവിടുന്ന് പറയാണ് വലാ തദ്രിബിൽ വജ്ഹ്, അവളുടെ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, അവളെ വഷളാക്കരുത്. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ഇനി വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖുർആനിലൂടെ കുടുംബം വരച്ച് കാണിക്കുകയാണ്. ഒറ്റ വാക്കില്ലത് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയോടെ മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറണം. ഇതിലെന്ത് പുത്തൻവാദമുള്ളത്? ഇത് കേൾക്കണ്ടെന്ന് പറയണതിൽ എന്താണ് മാന? ഇത് കുടുംബം ആസ്വദിക്കരുത്, അനുഭവിക്കരുത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നിലവാരം എന്താണ്? അത് ജനങ്ങളോട് മഹല്ലുകളിൽ മെസ്സേജ് അയച്ചു കൊടുക്കുന്നത് എന്താണ്? എന്ത് നേട്ടമാണ്? ഈ ലഹരിക്കെതിരെയും തോന്നിവാസങ്ങൾക്കെതിരെയും നമ്മൾ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? എല്ലാവരും അവനവന്റെ ഫോണും നോക്കി ഇരുന്നാൽ ഈ നാട്ടിലെ, ഈ മഹല്ലിലെ, ഈ നാടിന്റെ പൾസിനെ മനസ്സിലാക്കാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മൃഗങ്ങളെ പോലെ തിന്ന് കുടിച്ച് ഉറങ്ങി രമിച്ച് രസിച്ച് തീർന്നാ മതിയോ? ബാധ്യതയില്ലേ മരിക്കണതിന് മുമ്പ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് പറയാണ്, ഭർത്താക്കന്മാരെ, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് വിലയിരുത്തേണ്ടത് നിന്റെ ഭാര്യയാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, അവരുടെ കുടുംബത്തിലുള്ളവരോട് മാന്യമായി പെരുമാറുന്നവരാണ് ഏറ്റവും നല്ല പുരുഷന്മാര്. ഭാര്യമാരെ, വീട്ടിൽ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലിക്ക് സ്വർഗം ആഗ്രഹിക്കണം. നല്ല നിയ്യത്തോടുകൂടെ മക്കളെ കൃത്യമായി വളർത്താൻ ശ്രമിക്കണം. ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തുണ്ടാവണം. നമ്മുടെ ഭർത്താക്കന്മാർ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് ദീന് കിട്ടണം, അവർക്ക് UHLSന്റെ പഠിതാവായി മാറണം. ഇത്തരത്തിലുള്ള നിരവധി അനവധി ഉത്ബോധനങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് അവർക്ക് ലഭിക്കണം. അൽബയാൻ സെന്റർ അത്തരത്തിലൊരു വലിയ പരിഹാരമാണ് ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണമാണ് അവിടെ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിക ചിട്ടയിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. വീടെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു നിലനിൽക്കുന്ന കേന്ദ്രമായി മാറണം. അവിടെ ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കി വെക്കരുത്. നിരവധി അനവധി മ്യൂസിക്കൽ ബ്രാൻഡുകളായി എപ്പോ നോക്കിയാലും സംഗീത ആസ്വാദനത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടതാ അത് അനുഭവിക്കുന്ന ആളുകളായി മാറരുത്. എപ്പോഴും വഴക്കും ബഹളവുമായി കൊണ്ട് കാരുണ്യത്തിന്റെ മലക്കുകൾ വരാത്ത അവസ്ഥ നമ്മുടെ വീടുകൾക്ക് ഉണ്ടാക്കരുത്. പുരുഷന്മാര് വീടുകളിൽ വെച്ച് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ സ്ത്രീകളെല്ലാം വീടുകളിൽ കൃത്യമായി അവരുടെ ജമാഅത്ത്, അവരുടെ ഫറദാക്കപ്പെട്ട നമസ്കാരം പാലിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവിടെ വേണം. 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ ഇറക്കി തന്നിട്ടുണ്ട്. ഓതിയാൽ പ്രതിഫലം കിട്ടുന്ന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഉത്തമമായ സംസാരം അള്ളാന്റെ കലാമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഏക ഗ്രന്ഥം അത് ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കണം, പാരായണം ചെയ്യണം. ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഗ്രന്ഥം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളാണ് ഇന്ന് വീടുകളിൽ പാരായണം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക, നിങ്ങൾ ഏത് ഗ്രന്ഥം പരിശോധിച്ച് നോക്കിക്കോ. മുഹയ്യിദ്ദീൻ മാലയുടെ പഴക്കം കേവലം 400 കൊല്ലമാണ്. കുതുബിയത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്. ഹദ്ദാദിന്റെ പഴക്കം 700 കൊല്ലമാണ്. മങ്കുസ മൗലിദിന്റെ പഴക്കം 600 കൊല്ലമാണ്. നാരിയ സ്വലാത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്. താജു സ്വലാത്തിന്റെ പഴക്കം 100 കൊല്ലത്തിൽ താഴെയാണ്. ഇങ്ങനെ ഏത് കാര്യം എടുത്താലും 1400 കൊല്ലത്തിന്റെ പഴക്കം കാണൂല. അതുകൊണ്ട് തന്നെ അത് ആ ഖുർആനിന്റെ പുണ്യമതിനില്ല എന്ന് മാത്രമല്ല, അതിൽ വിശുദ്ധ ഇസ്ലാമിന് എതിരായി അതിനോട് യോജിക്കാത്ത നിരക്കാത്ത പലതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഹിയുദ്ദീൻ മാലയിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനോടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. കുതുബിയത്തിൽ 1000 തവണ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കിതാബുകളും നിങ്ങളൊന്ന് ഒരു തവണ അർത്ഥം വെച്ച് വായിച്ചു നോക്ക്. 4444 ഏടിലും 313 ഏടുകളിലും ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ എത്ര
ഭക്തി പുരസ്സരമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അത് ദീനല്ല, അത് ഇസ്ലാമിലുള്ളതല്ല, അത് നബി പഠിപ്പിച്ചതല്ല. ഷാഫി ഇമാമിന് അറിയില്ല, അഹ്മദ് ഇമാമിന് അറിയില്ല, അതുപോലെ തന്നെ ലോകത്ത് സുപരിചിതമായ മുഫസ്സിരീങ്ങൾക്ക് അത് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ആ ഖുർആനിന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതും നമ്മുടെ വീടുകളിലുണ്ട്. കുത്തറാത്തീബ് വരെ നടത്തുന്ന പരസ്യമായ കേന്ദ്രങ്ങൾ പരസ്യമായി കത്തിയെടുത്തുകൊണ്ട് തന്റെ ശരീരത്തിൽ മുറിവാക്കിയിട്ട് യാ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ശൈഖിനെ വിളിച്ചിട്ട് ആ മുറി മാറാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നത് ദീനിലുള്ളതല്ല, ഇസ്ലാമിലുള്ളതല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്കൊരു പ്രയാസം? ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഇസ്ലാം വളരെ വ്യക്തമായി പറയാണ്, വീട് എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ഒരു മര്യാദ നോക്ക്, ഖുർആന്റെ ഒരു ശൈലി നോക്ക്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ കേന്ദ്രമാക്കി തന്നതാണ്. നമ്മുടെ ഭർത്താവിന്, ഭാര്യക്ക്, വാപ്പാക്ക്, ഉമ്മാക്ക്, കുടുംബത്തിലുള്ളവർക്ക് വീടൊരു ആശ്വാസ കേന്ദ്രമായി മാറണം. വീട് ആശ്വാസം ഉണ്ടാവണമെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ ഒരു സമ്പ്രദായമുണ്ട്. അല്ലാഹനെ മാത്രം ആരാധിക്കുന്നവരാകണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. 5ഉം 6ഉം 7ഉം മക്കളുള്ള വാപ്പമാരും ഉമ്മമാരും ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ ആലോചിച്ചു നോക്ക്. ഉമ്മയും ഉപ്പയും ഈ 6ഓ 7ഓ മക്കളെ കൃത്യമായി കൊണ്ട് ചെലവ് കൊടുത്തു, ജോലിയിലാക്കി കൊടുത്തു, നല്ല വീടുകൾ വെച്ചു കൊടുത്തു, എല്ലാം ഭദ്രമായി ചെയ്തു കൊടുത്തവരാണ്. 7 മക്കൾക്ക് ഇന്ന് ഒരു വാപ്പാനെ ഒരു ഉമ്മാനെ നോക്കാൻ പറ്റാതെ പലയിടങ്ങളിലും പല കേന്ദ്രങ്ങളിലും എത്തിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡുകളിൽ, വഴിയരികുകളിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത്? പറയാൻ അവർക്ക് 4ഉം 5ഉം മക്കളുണ്ട്. അവരൊക്കെ ഉയർന്ന ജോലികളിൽ, പോസ്റ്റുകളിൽ ഇരിക്കുന്നവരാണ്. ഉമ്മ വേണ്ട, അവർക്ക് വാപ്പ വേണ്ട, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്ക്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഉമ്മാനും ബാപ്പാനും നോക്കണമെന്ന് അൽബയാൻ സെന്റർ പറയുന്നത്. ഇത് പുത്തൻവാദാണെങ്കിൽ ഞങ്ങൾ ഈ പുത്തൻവാദം ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ശ്വാസം നിലക്കുവോളം കാലം ആരൊക്കെ എതിർത്താലും, ആരൊക്കെ വിമർശിച്ചാലും, ഈ സ്ഥലം ഇന്ന് നാളെ മുതൽ തുറക്കരുതെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലം ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്, മറ്റൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ ഒന്നാലോചിക്കണം നമ്മൾ. ഖുർആനാ പറയുന്നത്, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ, ശിഫയുടെ ആശ്വാസത്തിന്റെ വാക്കുകളാ ഖുർആൻ നമുക്ക് തരുന്നത്. ഹുദല്ലിന്നാസ്, സന്മാർഗമാണ്, ബയ്യിനാത്താണ്, ഫുർഖാനാണ്. മാതാപിതാക്കളെ പരിഗണിക്കുന്നവരായി മാറണം. വീട് എന്ന് പറയുമ്പോൾ മക്കളെ പരിഗണിക്കുന്ന വീടായി മാറണം. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ചെറിയവരോട് കരുണ കാണിക്കാത്ത, വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽ പെട്ടവരല്ല. കുട്ടികളെ പരിഗണിക്കണം, കുട്ടികൾക്ക് ദീന് കിട്ടണം, വീടിനകത്ത് സ്നേഹം ലഭിക്കുന്നവരായി മാറണം. എന്താണ് ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ജനങ്ങളെല്ലാം പള്ളിയിൽ വരുന്നുണ്ട്, അതിൽ പല സ്വഭാവക്കാരുണ്ട്. ജുമാക്ക് വേണ്ടി കടകൾ പൂട്ടിയിട്ട് അവർ വരുന്നുണ്ട്. എന്നാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ലഹരിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഖത്തീബിന് കഴിയുന്നുണ്ടോ? നാട്ടിൽ നടക്കുന്ന ദുശീലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എപ്പോഴെങ്കിലും ഒരു ഖുത്ബ കേൾക്കാൻ ഇന്ന് ഈ ലോകത്ത് കഴിയുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാഷയിലാണ് 23 കൊല്ലം സംസാരിച്ചത്, അറബിയിലാണ്. ഖുത്ബ നടത്തിയത് അറബിയിലാണ്. വിവാഹ ബന്ധങ്ങളിൽ മറ്റുള്ള എല്ലാ സംസാരങ്ങളിലും നടത്തിയ എല്ലാം അറബിയിലായിരുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. അവരാ സംസാരം കേട്ടിട്ട് മാറ്റണ്ടായിരുന്നു. നമ്മുടെ മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖുത്ബക്ക് വേണ്ടി ജനങ്ങളെല്ലാം കടകമ്പോളങ്ങൾ അടച്ചു വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപദേശമാണ് അവർക്ക് കൊടുക്കുന്നത്? അവരെന്താ പഠിക്കുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ വരുന്നുണ്ട് പള്ളിക്ക്, നിസ്കാരം കഴിഞ്ഞാൽ അവർ പോവാണ്. എന്ത് കിട്ടി? ഒന്നുമില്ല. നമ്മുടെ മക്കൾ അതുകൊണ്ട് എവിടെയാണ് ഇന്ന് എത്തിപ്പെട്ട്? തിന്മകൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ നിസ്സാരമായി കാണുകയാണ്. എന്തു തിന്മ ചെയ്താലും അതൊക്കെ ചെറുതാണ് അവർക്ക്. മദ്യം അതിന്റെ ഒരു വഴിക്ക് നടക്കുന്നു.
ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. MDMA അതിപ്രസരമായി ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ മക്കളുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. തല്ലുണ്ടാക്കാൻ ഒരു ചെറിയ കാരണം മതി. ഭയങ്കര കൂട്ട തല്ലുകൾ ഇന്ന് വ്യാപിക്കുകയാണ്. ലെസ്ബിയനിസം, സ്വവർഗാനുരാഗം ഇന്ന് അതിപ്രസരമായി മീഡിയകൾ വഴി അതിനു വേണ്ടിയിട്ട് പ്രമോഷൻ മേടിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ക്രഷും അതുപോലെ തന്നെ പ്രണയങ്ങളും അഭിഹിതങ്ങളും എത്രയായി പെരുകുകയാണ്. എന്താണ് മഹല്ലുകാരെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, നമ്മൾ എന്താണ് പരിഹാരം കൊടുക്കുക? ഇസ്ലാം പരിഹാരം പറയുന്നുണ്ട്. ബന്ധങ്ങൾ യാതൊരു വിലയും കൊടുക്കാത്ത ഒരു പുതിയ തലമുറ നമ്മുടെ നാട്ടിലുണ്ട്. രക്ഷിതാക്കളെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം. നല്ല ക്ഷമയോടുകൂടെ മക്കളെ കൈകാര്യം ചെയ്യണം. വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായി അവര് മാറാൻ വേണ്ടിയിട്ട് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, എപ്പോഴും സ്വാലിഹീങ്ങളായി കിട്ടാനുള്ള പ്രാർത്ഥന അവർ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമാണ്. ആവശ്യത്തിന് അവരുടെ പ്രായത്തിന് അനുസരിച്ചു കൊണ്ടുള്ള നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു പോലീസുകാരനെ പോലെ ആകാതെ ഒരു കൂട്ടുകാരനെ പോലെ മക്കളോട് പെരുമാറേണ്ടതുണ്ട്. നല്ല സ്നേഹത്തോടെ ക്ഷമയോടെ അവരോട് പെരുമാറാനും അടുത്തിടപഴകി സംസാരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും മക്കൾക്കെതിരായി നമ്മൾ പ്രാർത്ഥിക്കരുത്. നീ നന്നാവില്ല, നീ ഗുണം പിടിക്കില്ല, നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കരുത്. ലാ തദ്ഉ അലാ അൻഫുസികും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ നന്നായി കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവനൊരിക്കലും നന്നാകില്ലെന്ന് നീ അങ്ങ് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കരുത് എന്നർത്ഥം. അതിനേക്കാൾ ഉപരിയായി ലോകത്ത് വന്ന അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ചൊരു തത്വമുണ്ട്. നമ്മുടെ കുടുംബം നന്നാവണോ, മക്കൾ നന്നാവണോ, അവർക്കൊരു മതം വേണം. ഏതാണ്? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനി വയഅഖൂബു, ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും അവരെ മക്കളെ വിളിച്ചു വസിയത്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ, മക്കളോട് പറഞ്ഞു കൊടുക്കാണ്, മോനെ മോളെ എന്ന് വിളിച്ച് പറയാൻ നമുക്ക് പറ്റണം. യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. ദീന കൊടുത്ത്. അതിനാണ് പ്രൊഫഷണൽ സംവിധാനങ്ങളും ടീൻ സ്പേസുകളും എന്തെല്ലാം മക്കൾക്ക് ലഭിക്കേണ്ടുന്ന CRE പോലെയുള്ള സംരംഭങ്ങളൊക്കെ കൊടുത്ത്, മക്കളെ ഇതാ ഈ ദീനിൽ നിങ്ങൾക്ക് എങ്ങനെ നമസ്കരിക്കണം, ആരൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും, ആരൊക്കെയാണ് മെഹ്റമുകൾ, ആരുടെയൊക്കെയാണ് നമുക്ക് വിവാഹം പറ്റാത്തതും പറ്റുന്നതും എന്തൊക്കെയാണ്, ഏതൊക്കെ ബന്ധങ്ങൾ ഏതൊക്കെ ബന്ധനങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഇസ്ലാമിന് പറയാനുണ്ടത് ദീനാണ്. ആ ദീനിനെ വേണ്ട മതം എന്തിനാ? മനുഷ്യനായാൽ പോരെ. ആ മതത്തിനൊരു ചട്ടക്കൂടുണ്ട്. മനുഷ്യൻ എന്തും തോന്നുന്നതെല്ലാം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ലിബറലിസം, സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ അതിർവരമ്പുകളും അപ്പുറത്ത് തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം, ആരെയും മാനിക്കേണ്ടതില്ലെന്ന മട്ടിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മുസ്ലിമായിട്ടല്ലാതെ ഒരു മരണത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ ചർച്ചയുണ്ടാവരുത്.